പിണറായി വിജയൻ്റെതായി വന്നൊരു പ്രസ്താവനയാണ് ഇപ്പോൾ ഈ വാർത്ത ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. മരപ്പെട്ടി മൂത്രമൊഴിച്ചത് അങ്ങനെയുള്ള എത്ര വീടുകൾ നമുക്കുണ്ട്. ക്ലിഫ് ഹൗസ് ഏതായാലും അങ്ങനെയുള്ള ഒന്നാണ്. നമ്മളെ പോലെ എന്ത് ചെയ്യും റോട്ടിൽ കിടക്കുന്നവർ? എൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ് പറയുന്നത്. സുരക്ഷിതമായി ഡ്രസ്സ് പോലും മാറാൻ കഴിയാത്ത അവസ്ഥയുള്ള വീടുകളുണ്ട്. നിങ്ങളെ തേച്ച് വെച്ച ഷർട്ടിനും മുണ്ടിലുമൊക്കെ ഈ പറയുന്ന മരപ്പെട്ടി മൂത്രം വന്നു വീഴും. എല്ലാ ശല്യങ്ങളും ഉണ്ട്. ആരോട് പറയേ? ഒരു രക്ഷയില്ല. ഇപ്പൊ ഇരിക്കണം മന്ത്രിയുടെ അടുത്ത് പറഞ്ഞാൽ മന്ത്രി പറയും എടുത്തോണ്ട് പോകാൻ പറയും. മുഖ്യമന്ത്രിയുടെ ഇത്രയും കാവലും ഇത്രയും പ്രൊട്ടക്ഷനുള്ള സ്ഥലത്ത് മരപ്പട്ടി ശല്യമെന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് പറഞ്ഞിട്ട് കാര്യം. ഇപ്പം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുക, ജനങ്ങൾ എങ്ങനെ വേണോ ജീവിച്ചോട്ടെ. യാതൊരു സുരക്ഷിതത്വം കൊടുത്തിട്ട് അടച്ചുറപ്പുള്ള ഒരു വീട് പോലും കെട്ടിക്കൊടുക്കാൻ നിർവാഹമില്ലാത്ത ഈ നാട്ടിലെ മുഖ്യമന്ത്രിയായ അങ്ങാണ് മരപ്പെട്ടി മൂത്രമൊഴിച്ചത്. നമസ്കാരം. ഇന്നലെ മുഖ്യമന്ത്രിയുടേതായി നമ്മുടെ പ്രിയപ്പെട്ട പിണറായി വിജയൻ്റെതായി വന്നൊരു പ്രസ്താവനയാണ് ഇപ്പോൾ ഈ വാർത്ത ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ വസതി, അതുപോലെ തന്നെ മന്ത്രിമാരുടെ വസതി, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ വസതി, ഇവിടെയൊക്കെ മരപ്പട്ടി, അതുപോലെ തന്നെ എലിശല്യം, അങ്ങനെ ഒരുപാട് ശല്യങ്ങൾ കാരണം അവർക്ക് ജീവിക്കാൻ പറ്റാത്ത, താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. മരപ്പെട്ടി മൂത്രമൊഴിച്ചത് അങ്ങനെയുള്ള എത്ര വീടുകൾ നമുക്കുണ്ട്. ക്ലിഫ് ഹൗസ് ഏതായാലും അങ്ങനെയുള്ള ഒന്നാണ്. നമ്മുടെ ഈ നാട്ടിൽ ഓരോ പഞ്ചായത്തിലും എന്ന് പറഞ്ഞാൽ ഓരോ വാർഡുകളിൽ പോയി ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും. ഒരുപാട് കോളനികളുണ്ട്, പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. 4 കമ്പ് കുത്തി അവിടെ ടാർപോളിംഗ് കൊണ്ട് മറച്ച് ഒരു കുടുംബം താമസിക്കുന്ന കാഴ്ചകളൊക്കെ അവിടെ കാണാൻ കഴിയും. ഈ പ്രായപൂർത്തിയായ പെൺമക്കൾക്ക് സുരക്ഷിതമായി ഡ്രസ്സ് പോലും മാറാൻ കഴിയാത്ത അവസ്ഥയുള്ള വീടുകളുണ്ട്. അത്തരം വീടുകളും വീട്ടുകാരും പെൺകുട്ടികളും നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് മരപ്പട്ടി ശല്യം, എലിശല്യം എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവന ഇറക്കുന്നത്. എൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങളെ തേച്ച് വെച്ച ഷർട്ടിനും മുണ്ടിലുമൊക്കെ ഈ പറയുന്ന മരപ്പെട്ടി മൂത്രം വന്നു വീഴും. ഏതായാലും നമുക്ക് സാധാരണ ജനങ്ങളോട് തന്നെ ചോദിക്കാം, ഈ പ്രസ്താവനയുടെ ഇപ്പോഴത്തെ പ്രാമുഖ്യം എന്താണ്? പട്ടിയും മരപ്പട്ടിയും ആളുകളെ ശരി അതവിടെ മാവിൻ്റെ ഓട്ടില്ല, ഏതാണ്ട് മരത്തിൻ്റെ ഓട്ടിയാണ്. അമ്മ എവിടെ താമസിക്കുന്നത്? ഞാൻ രാജാതിഞ്ഞകരിൽ. ആണോ? സ്വന്തം വീടൊക്കെ ഉണ്ടോ? സ്വന്തമായിട്ട് വീടൊന്നുമില്ല. വാടകയ്ക്കാണ് താമസിക്കണേ. ആണോ? അവിടെ ഈ പറയും പോലെ മൃഗങ്ങളുടെ ശല്യവും പട്ടിശല്യവും മരപ്പട്ടി ശല്യമൊക്കെ ഉണ്ടോ? എല്ലാ ശല്യങ്ങളും ഉണ്ട്. എല്ലാ ശല്യവും ഉണ്ട്. ആരോട് പറയാനല്ലേ? ആരോട് പറയേ? ഒരു രക്ഷയില്ല. ഇപ്പൊ ഇരിക്കണം മന്ത്രിയുടെ അടുത്ത് പറഞ്ഞാൽ മന്ത്രി പറയും എടുത്തോണ്ട് പോകാൻ പറയും. മുഖ്യമന്ത്രി പറയാൻ പോലെ നമുക്ക് പറയാൻ ഒക്കുവോ? അവര് നമ്മൾ അടിച്ചു കൊല്ലൂല്ലേ? അല്ലേ, നമ്മൾ അടിച്ചു കൊല്ലൂല്ലേ അവര്? മരപ്പട്ടി ശല്യം എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഇവിടെ വെളിയിലിറങ്ങി പട്ടികളുടെ ശല്യം കൂടി വഴി നടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ മനുഷ്യൻ റോഡിൽ കൂടെ കിടന്ന് അലയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇത്രയും കാവലും ഇത്രയും പ്രൊട്ടക്ഷനുള്ള സ്ഥലത്ത് മരപ്പട്ടി ശല്യമെന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം ജനങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല മന്ത്രിസഭയ്ക്കല്ലേ. അവർ ജനങ്ങളെ സംരക്ഷിച്ചിട്ടല്ലേ അവരുടെ കാര്യം നോക്കണം. അപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുക, ജനങ്ങൾ എങ്ങനെ വേണോ ജീവിച്ചോട്ടെ. അവൻ വേണോ ജീവിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല എന്ന ചിന്താഗതിയാണ് അവർക്കുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറയുകയല്ലേ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഇത് വെച്ച് നടത്തിക്കൊണ്ടിരിക്കുക. അവരുടെ കാര്യങ്ങൾ മാത്രം അവർ ഭംഗിയായി നോക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളുടെ നികുതി പണം ഉപയോഗിക്കുന്നു. അത് തികയാതെ വരുമ്പോൾ നികുതി ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് നികുതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അത് ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ ജീവിത രീതിയായിപ്പോയി. കാര്യം പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഇതിനോട് തന്നെ കൂട്ടി വായിക്കാൻ പറ്റിയ സംഗതി കൂടിയുണ്ട്. ഇന്ന് വന്നൊരു വാർത്തയാണ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇന്ന് മുതൽ അഡ്മിഷൻ ബുക്കിന് 30 രൂപ വെച്ച് ഈടാക്കാൻ വേണ്ടി അവിടുത്തെ ആശുപത്രി വികസന സമിതി തീരുമാനിച്ചു. അതായത് ഓരോ രോഗിയും അവിടെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ 30 രൂപ വെച്ച് അഡ്മിഷൻ ബുക്കിന് അടയ്ക്കണം. കാരണം പ്രിൻറ്റിംഗ്കാർക്ക് കൊടുക്കാനായിട്ട് സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ 30 വെച്ച് പിരിക്കുന്നത്. അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. നമ്മുടെ ഈ ജനങ്ങളുടെ കാശ്, നിങ്ങളുടെ നികുതി പണമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒരുപാട് ആർഭാടത്തോടെ ജീവിക്കുന്നത് ഇവർ തന്നെ വീണ്ടും പൊതുജന മധ്യത്തിൽ വന്ന് പരാതി പറയുകയാണ്. എൻ്റെയും മന്ത്രിമാരുടെയും വീടുകളിൽ എലിശല്യം, ഈ പറയും പോലെ മരപ്പട്ടി ശല്യം എന്നൊക്കെ പറയുകയാണ്. എങ്ങനെയാണ് കേട്ടാലൊരു ലജ്ജ തോന്നാതിരിക്കുക? എനിക്ക് സംശയം അതല്ലേ, 40 കാറുകളുടെ അകമ്പടിയോടുകൂടി ഒരു ബംഗ്ലാവിൽ താമസിക്കുന്ന നമ്മളെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി മരപ്പട്ടി ശല്യം എന്നൊക്കെ പുറത്ത് പറയുമ്പോൾ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ജനങ്ങളുണ്ട്. അവരുടെ സങ്കടം ആരോട് പറയും? അതല്ലേ ഇവരാരോട് പറഞ്ഞത്? നിങ്ങളുടെ സങ്കടമൊക്കെ പറഞ്ഞാൽ കേൾക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടോ, മന്ത്രിമാരൊക്കെ ഉണ്ടോ? ആരുമില്ല. നമ്മളെ സങ്കടം ആരോട് പറയണത്? നമ്മളിങ്ങനെ കേൾക്കണം കളയട് പോണു. ഞാൻ 40 വർഷമായി. 40 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യാണ്. ഇവിടെ സ്വന്തമായിട്ട് വീടുണ്ടോ? ഇല്ല, ഞാൻ കടത്തന്നെയാണ് കിടക്കുന്നത് അല്ലേ? എത്ര കാലമായി കടത്തന്നെ കിടന്നു തുടങ്ങിയിട്ട്? ഒരു 40 വർഷമാവും. കടത്തന്നെയാണ് കിടത്തും. ഈ ജോലി കഴിഞ്ഞാൽ കടത്തന്നെ പോയി കിടക്കും അല്ലേ? ഈ ചേട്ടൻ പറയുന്നത് അദ്ദേഹം 40 വർഷമായിട്ട് കടത്തന്നേലാണ് കിടക്കുന്നതാണ് പറയുന്നത്.
എന്തായാലും ഇദ്ദേഹത്തിന് മരപ്പട്ടിയും പട്ടിയും പാമ്പിനെയൊന്നും എലിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ചേട്ടാ അവിടെ താമസിക്കുന്നത്? ഞാൻ തോന്നി കരവന. സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടോ? സ്വന്തമായിട്ട് വീടില്ല. വീടില്ല. എവിടെ കിടക്കുന്നൊക്കെ? എവിടെ കിടക്കുന്നു? ഇവിടെ കിടക്കും. കടത്തന്നല്ലേ? കടത്തന്നെ. ആണോ? ഇതുവരെ ഒരു വീടിന്റെ കാര്യം ആരും സംസാരിച്ചിട്ടില്ലേ? സംസാരിച്ചിട്ടില്ല. എത്ര കാലമായി കടത്തിനെ കിടന്നു വാങ്ങിയിട്ട്? ഇപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞു. 5 വർഷമായിട്ട്. നമ്മുടെ മുഖ്യമന്ത്രി ഇന്നൊരു പ്രസ്താവന നടത്തിയായിരുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ ബംഗ്ലാവിൽ മരപ്പട്ടി ശല്യം കാരണം അവിടെ കിടക്കാൻ പറ്റില്ലെന്ന്. ഓ, അങ്ങനെ കാര്യം പറഞ്ഞിരുന്നല്ലേ? അങ്ങനെ എന്താ പറഞ്ഞായിരുന്നു? അതുകൊണ്ടാണ് നമ്മളെ പോലെ എന്ത് ചെയ്യും ഇപ്പോൾ റോട്ടിൽ കിടക്കുന്നവർ? നമുക്ക് രാത്രി ആകുമ്പോൾ കൊതുകിൻ്റെ ശല്യം, പകൽ ഈച്ചയുടെ ശല്യം, പട്ടിയുടെ ശല്യമുണ്ട് രാത്രി, പിന്നെ കുറേ മനുഷ്യരുടെ ചില ശല്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. വേറെ പോലീസുകാരുടെ ശല്യമില്ല, അത് പറയാൻ നോക്കില്ല. നമുക്ക് ശല്യമില്ല അവരെ കൊണ്ട്. അല്ലാണ്ട് കുറേ സാധാരണ പോലീസും ആൾക്കാരെ കൊണ്ട് ശല്യമുണ്ട്. നമുക്ക് ശല്യമുണ്ട്. അത് സത്യമാണ് ഈ പറയുന്നത്. ഏതായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ അറിയാൻ വേണ്ടി പറയുകയാണ്, ഇതേപോലെയുള്ള 10,000-കണക്കിന് മനുഷ്യരുണ്ട് നമ്മുടെ കേരളത്തിൽ. ഈ കടത്തിണ്ണയിൽ അന്തിയുറങ്ങുന്നവർ മാത്രം. പിന്നെ ഈ പറയുന്ന കോളനിക്കകത്തൊക്കെ ഈ ടാർപോളിൻ ഷീറ്റൊക്കെ മറച്ചു കെട്ടി സ്വന്തം മകളെപ്പോലും, പ്രായപൂർത്തിയായ മകളെപ്പോലും സുരക്ഷിതമായി പാർപ്പിക്കാൻ കഴിയാത്ത അച്ഛന്മാരുണ്ട്, അമ്മമാരുണ്ട്. അങ്ങനെയുള്ള ഈ നാട്ടിൽ യാതൊരു കുടുംബത്തിന് യാതൊരു സുരക്ഷിതത്വം കൊടുത്തിട്ട് അടച്ചുറപ്പുള്ള ഒരു വീട് പോലും കെട്ടിക്കൊടുക്കാൻ നിർവാഹമില്ലാത്ത ഈ നാട്ടിലെ മുഖ്യമന്ത്രിയായ അങ്ങാണ് ഇന്നലെ തമാശയ്ക്കാണെങ്കിലും ഇത് പറഞ്ഞത്. ദഹിക്കാത്ത, അല്ലെങ്കിൽ ഇത് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കൂട്ടം ജനത കൂടി നമ്മുടെ ഈ കേരളത്തിലുണ്ട്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങിത് മനസ്സിലാക്കണം. ഇവർക്കൊന്നും പരിഭവവും പരാതിയും പറയാൻ ആരുമില്ല. ഇവരൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുമെന്ന് മാത്രമേ ഉള്ളൂ. മലയാളം മലയാളിക്ക് വേണ്ടി ക്യാമറമാൻ JP-ക്കൊപ്പം ശ്രീജിത്ത് മാരാർ, സൈനിങ് ഓഫ്.